നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ജയൻ വീഡിയോയുമായി എത്തുന്നത്. ജയൻ സാർ ജെയിംസ് ബോണ്ടായി മാറിയാൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഒരു പറ്റം യുവ കലാകാരന്മാർ. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരുപാട് യൂട്യൂബ് ചാനലുകളാണ് ഇപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ജയൻ എന്ന ഇതിഹാസ താരത്തെയാണ്. ജയൻ എന്ന താരത്തെക്കുറിച്ച് പലരും പറയുക അദ്ദേഹത്തിന് അഭിനയശേഷി ഇല്ല, അദ്ദേഹത്തിന് വെറും ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ്. അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കാം. എന്തായാലും എനിക്കും തുടക്കത്തിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കൂടുതലായി കാണുകയും അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോയതെന്നും അത്തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സിനിമ ആഖ്യാന രീതിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ സിനിമകൾ അദ്ദേഹത്തിന് തേടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് ഏകദേശം 42 വർഷത്തിനപ്പുറമായി 44ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും അദ്ദേഹമാണ് ഇപ്പോഴും AI ടെക്നോളജിയുടെ കാലത്തും മലയാള സിനിമ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാവരും. അദ്ദേഹത്തിനെ കുറിച്ചൊരു AI സിനിമ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മീനും അങ്ങാടിയും പോലുള്ള സിനിമകൾ റിലീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മാന്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. എല്ലാം നിങ്ങളുടെ ഇഷ്ടം വിട്ടു തന്നുകൊണ്ട് നമ്മളുടെ വീഡിയോ നമ്മൾ കാണാൻ പോവുകയാണ്. AI ടെക്നോളജി ഉപയോഗിച്ച് ജയൻ സാറിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ആ ചാനലിന്റെ പേര് AI ആർട്സ് അക്കാദമി എന്നാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എത്തേണ്ട ഒരു ചാനൽ തന്നെയാണത്. അത് വെറും 1920 സംതിങ് അത്രയോ ആളുകളെ ഇപ്പോൾ ആ ഒരു ചാനലിലുള്ളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് അതിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ ആ ഒരു കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ജയനെ ഇഷ്ടപ്പെടുന്ന, ജയൻ എന്ന ഇതിഹാസ താരത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ AI ആർട്സ് അക്കാദമി എന്ന് പറഞ്ഞ ഈ ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കണ്ടന്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. തുടക്കം മുതൽ തന്നെ നമുക്കൊന്ന് കാണാം. ജെയിംസ് ബോണ്ടായിട്ടാണ് വരുന്നത്. Land. AI ആർട്സ് അക്കാദമി മലയാളം ഓൺലൈൻ കോഴ്സ്, അങ്ങനെ കോഴ്സുകൾ നടത്തുന്ന ഒരു അക്കാദമിയുടെ ഒരു വെബ്സൈറ്റ് ഒക്കെ അതിൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഇത് AI ടെക്നോളജിക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അവരൊരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്തായിരിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു വീഡിയോ എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടത്, ജെയിംസ് ബോണ്ട് ലുക്കിൽ നമ്മുടെ മലയാളത്തിൽ വേറെ ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ജയൻ എന്ന ഇതിഹാസ താരത്തിനെ AI ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ടീം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കുക, നമുക്ക് മൾട്ടിവേഴ്സസ് എന്നുള്ളൊരു ചാനൽ ഉണ്ടല്ലോ, അവരും ഇതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്ന ആളുകളാണ്.
അതേപോലെ തന്നെ മറ്റൊരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ചാനൽ. ഒരുപാട് പേര് ഇത്തരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, AI സാങ്കേതിക വിദ്യയിലൂടെ അധിക നാളുകൾ കഴിയാതെ തന്നെ മലയാളത്തിൽ ജയൻ സാറിനെയും അതുപോലെ നസീർ സാറിനെയൊക്കെ സത്യൻ സാറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു സിനിമ ഒരു പക്ഷേ ചെയ്തേക്കാം. ഒരു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് അത്ര വലിയ ഒരു ബഡ്ജറ്റിന് ഈ കാലഘട്ടത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഏതായാലും ഇപ്പോൾ രേഖാചിത്രം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ AI-യിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ട് എല്ലാവരും വാഴ്ത്തിപ്പാടും നമ്മൾ കണ്ടു. അത് മനോഹരമായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് സിനിമയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ കൊണ്ടുവരാമെന്നല്ലാതെ തുടർച്ചയായിട്ടുള്ള ഒരു സീക്വലായിട്ട് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെലവ് തന്നെയാണ് പ്രധാനം. അധികം താമസിയാതെ തന്നെ ഇതെല്ലാം ഒന്നൊതുങ്ങുകയും പുതിയ ടെക്നോളജികൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ മുന്നിലേക്ക് ഇവരെല്ലാം തന്നെ വീണ്ടും വരും. ഏതായാലും ജയൻ സാറിൻ്റെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് ആ മസിൽ ഉള്ള ജയൻ സാറെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ ചുണ്ടിൻ്റെ ഒരു പിടുത്തൊക്കെ ഉണ്ടല്ലോ, മുഖത്തിങ്ങനെ പിടിച്ചിട്ടുള്ള പിടുത്തം, ഒക്കെ രസകരമായിട്ട് തന്നെ AI ടെക്നോളജിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ടീം വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ പരസ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിലും ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നതും എയറോപ്ലെയിനിൽ വരുന്നതും അതുപോലെ ഹെലികോപ്റ്റർ വരുന്ന സീനുകളും അതുപോലെ സ്കൈ ഡൈവിങ്ങും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അവസാനത്തെ ഗൺ ഷോട്ട് ഗംഭീരം എന്നല്ലാതൊന്നും പറയാനില്ല. ജെയിംസ് ബോണ്ടായിട്ട് മലയാളത്തിൽ മറ്റൊരു താരത്തെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ജയൻ സാർ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ച ഈ ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ജയൻ സാറിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഷോർട്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ ലൈവായിട്ട് വന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇന്റേണലായിട്ടുള്ള വീട്ടു സംബന്ധമായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വന്ന് പറയാൻ പറ്റാതിരുന്നത്. അതിനാദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ഖേദം പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. എങ്കിലും ക്ഷമിക്കണം. ഇനി തുടർച്ചയായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ചാനലിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലങ്ങളൊക്കെ നീക്കപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാകൂ. എല്ലാവരുടെയും പിന്തുണകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ജയൻ സാറിനെ കുറിച്ചും ജയൻ സാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ സിനിമയെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.